തൃശൂർ അക്ഷരാർത്ഥത്തിൽ ഒരു സങ്കടക്കടലിൽ വീണ് കിടക്കുകയാണ്. കേരളത്തെ നടുക്കിയ മുണ്ടത്തിക്കോട്ട് വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ തകർന്നു നിൽക്കുകയാണ് പൂരം പ്രേമികളും വിശ്വാസികളും എല്ലാം. മാത്രമല്ല, സ്ഫോടനത്തിൽ കാണാതായ ആളുകൾക്ക് വേണ്ടി തെരച്ചിലും പുനരാരംഭിച്ചിരിക്കുകയാണ്. കടാവർ നായ്ക്കളെയും തെരച്ചിലിന് എത്തിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോറൻസിക് സംഘം ഇന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തും. 13 പേർക്ക് ഈ ദുരന്തത്തിൽ ഇതുവരെ ജീവൻ നഷ്ടമായി എന്നാണ് വിവരം. 5 പേരുടെ പോസ്റ്റ്മോർട്ടമാണ് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ചികിത്സയിലുള്ള 11 പേരിൽ 5 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു. അതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. തൃശ്ശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ്റെ പ്രതികരണം നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന പ്രതികരണമാണ്. പ്രാഥമിക സ്റ്റേജിലുണ്ട്. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് കുറച്ച് സമയം ശേഷം എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ബ്രീഫ് ചെയ്യും. ഇപ്പോൾ താത്കാലിക നമുക്ക് എന്താണ് അത് നോക്കാൻ വേണ്ടി മാത്രമേ. ഓക്കെ, താങ്ക് യു. 3 ബോഡീസ് ഡിസ്പ്യൂട്ട് ഒന്നും ഇല്ലാതെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 2 ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിൻ്റെ DNA സാമ്പിളിങ്ങിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 5 അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തത്. ബാക്കി 4 നമ്മൾ DNA സാമ്പിളിങ്ങിന് ശേഷം മാത്രം കൊടുക്കാം. പോലീസിൻ്റെയും ഫയറിൻ്റെ എല്ലാ ടീമും ഉണ്ട്, എൻക്വയറിയുടെ ടീമും ഉണ്ട്. 5 പേരാണ് ക്രിട്ടിക്കൽ. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. ബാക്കി 6 പേരുടെ കുഴപ്പമില്ല, വൈറ്റൽസൊക്കെ ഓക്കെയാണ്. മുണ്ടത്തിക്കോട് ഈ അപകടം നടന്ന സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി ബിപിൻ സി വിജയനുണ്ട്. കൂടുതൽ വിവരങ്ങളും അറിവായി വരുന്നതേ ഉള്ളൂ. പലപ്പോഴും മൃതദേഹങ്ങളുടെ പാർട്ടുകളാണ്, ബോഡി പാർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ചില വിവരങ്ങൾ കൂടി അറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ബിപിൻ സി വിജയൻ ചേരുകയാണ്. ബിപിൻ, ഒരുപക്ഷെ നാടിനെ നടുക്കിയ ഈ മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് അപകടത്തിൽ നിന്ന് ഇപ്പോഴും മുക്തമാകാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് എന്താണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുക? അതേ SKN, ഒരു വലിയ ദുരന്തം അതിൽ പകച്ചു നിൽക്കുകയാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ ഈ പ്രദേശത്ത് പോലീസിൻ്റെ കൂടുതൽ സേന എത്തിയിട്ടുണ്ട്. കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ രാവിലെ ഒരു ആദ്യ യോഗം നടക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും ഇനി ഇന്നത്തെ പരിശോധന ആരംഭിക്കുകയുള്ളൂ. അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ ഈ പ്രദേശത്തേക്കുള്ള പരിശോധനകൾ നടക്കും. ആരെങ്കിലും ഇനി മൃതദേഹമോ അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടുത്താനുണ്ടോ, ഏതെങ്കിലും മൃതദേഹ അവശിഷ്ടങ്ങൾ ഇനി ഈ പ്രദേശത്തുനിന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധിക്കുക. അത് അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. 2 കടാവർ ഡോഗുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവയുടെ കൂടി സഹായത്തോടു കൂടിയായിരിക്കും ഈ തിരച്ചിൽ നടത്തുക. ഒപ്പം തന്നെ ഈ ഒരു പ്രദേശത്തോട് ചേർന്ന് ഇത് ഏക്കർ കണക്കിന് വയൽ ആയിട്ടാണ് കിടക്കുന്നത്. ഈ വയലിൻ്റെ ഒരു നടുഭാഗത്തായിട്ടാണ് ഈ ഒരു വെടിക്കെട്ടുപുര ഉണ്ടായിരുന്നത്. ഈ വെടിക്കെട്ടുപുരയോട് തൊട്ടു ചേർന്ന് 2 കുളങ്ങളുണ്ട്. അത് ഉപയോഗശൂന്യമായി കിടക്കുന്ന, പായലും പിണ്ടിയുമായി കിടക്കുന്ന 2 ചെറിയ കുളങ്ങളായിരുന്നു. ഈ കുളത്തിൽ ഇനി ആരെങ്കിലും പെട്ടെന്ന് ആ ഒരു പ്രാണരക്ഷാർത്ഥം ഓടിയപ്പോൾ അതിൽ വീണിട്ടുണ്ടോ, അതല്ല ഏതെങ്കിലും മൃതദേഹ അവശിഷ്ടങ്ങൾ അതിലേക്ക് പോയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഒരു കൃത്യത വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന കൂടി സ്കൂബ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇന്നലെ അങ്ങനെ ഒരു പരിശോധന നടത്തിയിരുന്നു. പക്ഷേ പ്രാഥമികമായിട്ടുള്ള ഇന്നലെ രാത്രി നടത്തിയ തിരച്ചിലിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരും അതിനകത്തില്ല, കുളത്തിലില്ല എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ മനസ്സിലായത്. ഇന്നിപ്പോൾ ഈ പകൽ വെളിച്ചത്തിൽ വീണ്ടും ഒരു പരിശോധന നടത്തുകയും ചെയ്യും. ഇപ്പോൾ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ആദ്യഘട്ട ആ ഒരു യോഗം, ആ ഒരു പദ്ധതി എങ്ങനെ വേണം ഈ ഒരു തിരച്ചിൽ, എന്തൊക്കെയാണ് ഇനി അകത്ത് കയറിയാൽ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കൂടിയാലോചന ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പ്രദേശം നമുക്ക് കാണാം, ഇപ്പോഴും അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ ഇപ്പോഴും ചില ഭാഗങ്ങളൊക്കെ തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു അപകടം നടന്ന് 18 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും ആ തീ അണഞ്ഞു അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ രാസപദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുകയില്ല. അതൊക്കെ പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ടും കെട്ടടങ്ങിയിട്ടില്ല. അതിൽ നിന്നൊക്കെ ഇപ്പോഴും തീ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു കാഴ്ചയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി ഒരു തിരച്ചിൽ നടത്താതിരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനകത്ത് ഇനി നമുക്ക് രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു പരിശോധന ഇന്നലെ പോലീസ് നടത്താതിരുന്നത്. ഇതിൽ എത്രത്തോളം ഇനിയും പൊട്ടാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനൊക്കെ സംബന്ധിച്ചിട്ടൊരു ഭയമുള്ളത് കൊണ്ടാണ്. അത് ബോംബ് സ്ക്വാഡ് പരിശോധിച്ച് ഉറപ്പ് നൽകിയതിന് ശേഷം മാത്രമായിരിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറുകയും അതിൻ്റെ പരിശോധനകളിലേക്ക് കടക്കുകയും ചെയ്യുക. ഇവയൊക്കെ തന്നെ ഇപ്പോഴും പുകഞ്ഞു നിൽക്കുന്നു. ഈ ഒരു പ്രദേശം പൂർണ്ണമായും ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഈ ഒരു വയലിൻ്റെ നടുക്കായിട്ടാണ് ഇത് മുഴുവൻ കിടക്കുന്നത്. ഇതിൻ്റെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ വാഴകൾ നശിച്ചിരിക്കുന്നു. ഈ ഒരു കെട്ടിടം, ഇവിടെ ഏകദേശം 5 വെടിപ്പുര ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു വെടിക്കെട്ടിന് കഴിഞ്ഞതിന് ശേഷം കാണുന്ന കുറെ കാഴ്ചകൾ ഉണ്ടാവും. അതിന്റെ ഈ വെടിക്കോപ്പുകളൊക്കെ തകർന്ന് അല്ലെങ്കിൽ അതൊക്കെ തന്നെ ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.